അത് അമേരിക്കയിൽ നിന്ന് ആരും വന്ന് നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. ഇത് ചിലരുടെ മനസ്സാണ്. നമുക്ക് കുറേ സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തോ സാധനമാണ്. എനിക്ക് കുഞ്ഞിനെ ഇഷ്ടമല്ല. എന്തോ കാര്യം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇഷ്ടമല്ല. അല്ലോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിട്ടുള്ളത് റമദാൻ മാസത്തിലാണ്. ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇവരൊക്കെ പറയും റിപ്ലൈ അങ്ങനല്ല, വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ദിവസമായി 2 ദിവസമായി എനിക്കങ്ങ് ടെൻഷൻ. അപ്പോൾ ആൾക്കാർ പറയാം എന്താ ജാടയാണോ പറഞ്ഞു തന്നാലെന്നൊക്കെ. മറ്റുള്ളവരുടെ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അവരുടെ മതത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ മതത്തെ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. ഇഷ്ടം വരില്ലേ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ ഞങ്ങൾ? അപ്പോൾ നമുക്ക് ഒരാളെ നമ്മൾ എന്നും സ്ഥിരം കാണുന്നു, നമ്മളെ അവർ ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി കമൻ്റ് ഇടാൻ പറ്റും, ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചോദിക്കാൻ പറ്റും? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെ പറ്റും? അത് എന്ത് മനസ്സാണെന്ന് എനിക്ക് എടുത്തിട്ടുള്ളപ്പോൾ ഞാൻ അണ്ണൻ്റെ പുറത്ത് അടിച്ചിട്ടുണ്ട്. എൻ്റെ വേസ്റ്റ് അല്ലേ എനിക്ക് കിട്ടിയത്. അപ്പം അണ്ണൻ ചോദിക്കും എങ്ങനെയാടി വേസ്റ്റ് ആവുന്നത് എന്ന്. നല്ല കഥയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവർ ചോദിക്കും അമ്മയുടെ എത്താടേം കഥ പറ, അമ്മയുടെ എത്താടേം കഥ പറ എന്നൂടെ. അപ്പം നിങ്ങൾ പറയാം മറ്റേ അവരുമായിട്ടുള്ള ഇഷ്യൂ പറയാം. മുത്തുമണീസ്, അപ്പം നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ചൂടോടെ ക്യൂആനെ ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസങ്ങളും ചിലപ്പം കഴിഞ്ഞൊരു ക്യൂആനെ ചെയ്ത് 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്, മറന്ന് പോകട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോസിലൊക്കെ ചോദിക്കുന്നുണ്ട് ക്യൂആനെ ചെയ്യ്. അപ്പം ചൂടോടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിൽ 520 ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അതിൽ കുറച്ചൊക്കെ ഒരേപോലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ പിന്നെ ഞാനൊരു 20-30ഓളം ക്വസ്റ്റ്യന് ഡിലീറ്റ് ആക്കി ദൂരെ കളഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനുള്ള മറുപടി കുറച്ച് കഴിഞ്ഞ് കാരണം എന്താണെന്ന് പറയാം. ഇപ്പം ഞാനത് പറഞ്ഞു തുടങ്ങിയാൽ എൻ്റെ മൂഡ് പോവും, എൻ്റെ മൈൻഡ് മാറും, പിന്നെ നമ്മുടെ വീഡിയോ കുളവാകും, ബാക്കി എനിക്ക് സംസാരിക്കാനുള്ളൊരു ഇത് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതിനുള്ള ആൻസർ ഞാൻ ഇപ്പം പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പോൾ എൻ്റെ പൊന്നൂൻ്റെയും എൻ്റെയും കൂടെയുള്ള ക്യൂട്ട് ഫോട്ടോയാണ് അന്ന് ഇട്ടത്. പൊന്നൂനെ ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്തായിരുന്നേ. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യന് ആൻസർ പറയാനുണ്ട്, അതുകൊണ്ട് സമയം കളയണ്ട, നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നേഴ്സ് ജോലി എന്താ തുടരാഞ്ഞത്? അതെന്താണെന്ന് വെച്ചാൽ ഞാൻ 15 ദിവസത്തേക്കാണ് പിന്നെ ലീവ് എടുത്തത് കല്യാണത്തിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ദിവസങ്ങളുടെ പോവാതൊക്കെ ഇരുന്നു. പിന്നെ നെക്സ്റ്റ് മന്ത് പ്രഗ്നൻ്റായി. വിരുന്നും കാര്യമൊക്കെ ഇങ്ങനെ ആയി, അങ്ങനെ നീണ്ടു പോയി പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു വയറ്റിൽ. അപ്പോൾ ഞാൻ ഗൈനക്ക് മാഡത്തിൻ്റെ കൂടെയാണ് നിന്നത്. അപ്പം മാഡത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ മാഡം പറഞ്ഞു എപ്പോഴും എനിക്ക് വെയ്യായ്മ വന്ന് കൊണ്ടുപോകും, ട്രിപ്പ് ഇടണം, ഇഞ്ചക്ഷൻ ചെയ്യണം, ആ ഒരു ഇതായിരുന്നു. പൊന്നൂസിനെ പ്രഗ്നൻ്റ് ഒരു 4 മാസമൊക്കെ ആയപ്പോഴാണ് അണ്ണൻ തിരിച്ച് സൗദി പോകുന്നത്. അപ്പോൾ അതുവരെയും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആയിരുന്നു. അപ്പം മാഡം എന്നോട് പറഞ്ഞു ഇനി എന്തായാലും നീ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്കിപ്പം ജീപ്പിലായാലും കാറിലായാലും, ഞാൻ സാധാരണ സ്കൂട്ടിയിലായിരുന്നു പോകുന്നത്, സ്കൂട്ടിയിലായാലും എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് ഇത്രയും എപ്പോഴും വെയ്യായ്മയല്ലേ, അപ്പോൾ ഇത് കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെയും എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെയും ഞാൻ പൊന്നു കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ 1-2 ഇൻ്റർവ്യൂ, കാരണം നമുക്ക് 1 വർഷം 1.5 ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെയും നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒക്കെ നിൽക്കണം. അങ്ങനെ പോയപ്പം പിന്നെ കുഞ്ഞ് വീട്ടിൽ കരച്ചിൽ, പിന്നെ എനിക്കങ്ങ് മൈൻഡ് അങ്ങ് മാറിപ്പോയി. എന്തോ രാവിലെ പോയിട്ട് വൈകുന്നേരം അല്ലേ നമുക്ക് വരാൻ പറ്റൂ എന്നൊക്കെയുള്ളൊരു മൈൻഡ് വന്നപ്പോൾ ഞാൻ തന്നെ അണ്ണനോട് പറഞ്ഞു എനിക്ക് എന്തോ പോലെ എണ്ണേ എന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട, നമ്മളിൽ ഒരാൾ അധ്വാനിക്കുന്നുണ്ടല്ലോ, ഞാൻ അധ്വാനിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നേഴ്സിങ്ങിന് വിടുന്നത്. അല്ലാതെ ആരും പറഞ്ഞിട്ടല്ല കേട്ടോ, എൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ നിർത്തിയത്. പിന്നെ ഹസ്ബൻഡിന് ജോലി എന്താണ്? ഹസ്ബൻഡിന് കുറേ ജോലിയുണ്ട്, എന്ന് വെച്ചാൽ ഹോൾസെയിൽ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ജീവിക്കാനുള്ള പൈസ പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ചെറിയ ഹോൾസെയിൽ തിരിച്ചുമറി കച്ചവടങ്ങൾ അങ്ങനെ കാര്യം. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വീട്ടുകാർ ഇഷ്ടമാണോ? എൻ്റെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കാരണം ഞാൻ ടിക്ടോക്കൊക്കെ ചെയ്യുന്ന സമയത്തും കുഞ്ഞുങ്ങളെ പൊന്നുനെയും മോണ്ടനെയൊക്കെ വെച്ച് പണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്തും ഒക്കെ അറിയാമല്ലോ, വീഡിയോ എടുക്കാനും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് അത്തായോട് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ അത്ത ദുബായിൽ പ്രവാസിയായിരിക്കും, അത്തായും ഈ സമയം പോയി യൂട്യൂബൊക്കെ കാണുന്നത്, അപ്പോൾ അത്ര കുഴപ്പമില്ല എന്നല്ല. പിന്നെ അണ്ണനോട് ചോദിച്ചു, അങ്ങനെ തുടങ്ങിയതാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എത്ര നാളായി ചാനൽ തുടങ്ങിയിട്ട്? ഇപ്പം എനിക്കൊന്ന് റീച്ച് ആയത് ഈ ഒരു 2-3 വർഷത്തിലാണ് കേട്ടോ, 3 വർഷത്തിലാണ്. അതിന് മുമ്പ് സാധാരണ സൗദിയിലായിരുന്ന സമയത്തും ഒരു 1.5 വർഷം മുമ്പേ ഞാൻ തുടങ്ങിയതാണ്. റീച്ച് ആയതാണ് ഈ ഒരു 3 വർഷം കൊണ്ടാണ് കേട്ടോ. മക്കളിൻ്റെയും ചേച്ചിയുടെയും വയസ്സ് എത്രയാണ്? എൻ്റെ വയസ്സ് 31, പൊന്നൂൻ്റെ വയസ്സ് 8 വയസ്സ്. 8 മോനൂട്ടാ? പിന്നെ അയ്യോ പൊന്നൂന് 9 വയസ്സായി.
ഇവന് 7 വയസ്സ്. മോനുകുട്ടൻ ചെന്ന് പല്ല് ചേച്ചേ, ചെല്ല് അമ്മ ക്യൂവാനേ ചെയ്യട്ടെ. മോനുടെ ഉറക്കമായിരുന്നു. ഞാൻ ആ സമയത്ത് ഇവർ രണ്ടുപേരും ഉറങ്ങി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തൂത്തൊക്കെ തുടച്ചിട്ട് നമുക്കിന്ന് അണ്ണൻ പോയി. അപ്പോൾ ഇനി അണ്ണൻ വരുന്ന സമയത്ത് എനിക്ക് കൊട്ടാരക്കരയിലൊന്ന് പോകണം. കാരണം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വളയും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഇവരെ രണ്ടുപേരും എൻ്റെ വീട്ടിലോട്ടാക്കും. പിന്നെ പൊന്നൂര് ഇന്ന് ഡാൻസ് ക്ലാസ് ഉള്ളതാണ്. വിടാഞ്ഞെന്ന് വെച്ചാൽ ഈ ഐസ്ക്രീമും കാര്യമൊക്കെ കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര 2 ദിവസം അവിടെ ആയിരുന്നു. രാത്രി വരെ അപ്പുറം ഇപ്പുറമുള്ള കുഞ്ഞുങ്ങളായിട്ട് കളിയും ബഹളമായിരുന്നു കേട്ടോ. അപ്പം ചെറിയ ചൂടുണ്ടായി. അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോയി ശരീരം അനക്കി ഭയങ്കരമായിട്ട് ഇനി പനി കൂടിയാൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. ആങ്കർ ചെയ്യുന്ന പൊന്നുമാണ്. അപ്പോൾ അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ അവളെ ഇന്നലെയും ഇന്നും ഡാൻസ് ക്ലാസ്സിന് വിട്ടില്ല. പക്ഷേ വൈകിട്ട് മദ്രസ പഠിക്കാൻ വിടണം. അപ്പം അതുകൊണ്ടാണ് ഇവരെ ഞങ്ങൾ എൻ്റെ വീട്ടിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ആ കറക്റ്റ് സമയത്ത് നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞു. അപ്പം മോനുകുട്ടാ, അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുളിച്ച് സെറ്റായൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരെയും കുളിപ്പിച്ച് നമുക്ക് നേരെ അങ്ങ് വീട്ടിലോട്ട് പോയാൽ മതിയല്ലോ അണ്ണം വരുമ്പോഴത്തേക്കും. അപ്പം ഞാൻ ആ ടൈമിൽ ഒരു ക്യൂവാനേ ചെയ്യാൻ നിന്നെയാണ്. അപ്പം എൻ്റെ സുന്ദരൻ എണീറ്റ് വന്നു. പ്ലീസ്, മോനുകുട്ടൻ്റെ പേര് മുഹമ്മദ് ആദം. പൊന്നൂസിൻ്റെ പേര് അൽഹ ഫാത്തിമ. പിന്നെ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻ, ഒരു 6 ക്വസ്റ്റ്യനും ഒരാളാണ് ചോദിച്ചത്. സ്മിത സുരേഷ് 6 ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടടാ. പിന്നെ ഇത്ത ഹിന്ദു ആണോ? വേറെ ഒന്നും വിചാരിക്കല്ലേ, ഇറ്റ് ഈസ് മൈ ഡൗട്ട്, പ്ലീസ് ആൻസർ. മക്കളുടെ 2ആളുടെയും നെയിം, നിങ്ങളുടെ ജില്ല എവിടെയാണ്? ഞങ്ങളുടെ ജില്ല കൊല്ലമാണ്. ഞാൻ ഹിന്ദു അല്ല, ഞാൻ മുസ്ലിമാണ്. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ മതം അതാണ്. നിങ്ങളുടെ ഡൗട്ട് എന്ന് വെച്ചാൽ ഞാൻ അമ്മ അത്ത എന്നൊക്കെ വിളിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ഞങ്ങൾ ഹനഫീസാണ്. ഞങ്ങൾ റാവുത്തർമാരാണ്. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഫാൻ കിട്ടുന്നില്ല, ഭയങ്കര ചൂട്. പിന്നെ അതുപോലെ വീഡിയോയിൽ ഓവർ വെട്ടം വരാതിരിക്കാനാണ് ഞാൻ ഇതിൻ്റെ കീഴിൽ ഇങ്ങനെ വന്നിരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ദീദി നല്ല ക്യൂട്ടാണ്. ഇന്നെയാണോ? അമ്മ നല്ല ക്യൂട്ടാണ്. നീ പല്ലേക്കെ വന്നിരിക്കും. കാണാൻ നല്ല പാങ്ങുണ്ട്. ദീദിയും ഹസ്ബൻഡും നല്ല മാച്ചാണ്. സോ ബ്യൂട്ടിഫുൾ ഫാമിലി. താങ്ക് യു മുത്തേ, താങ്ക് യു. അപ്പോൾ ഒരു ഉമ്മ കൊടുത്തേക്കാം. അതാണ് ഞാൻ ഒരു ഉമ്മ കൊടുത്തതാണ് റിപ്ലൈ. പിന്നെ യൂട്യൂബ് തുടങ്ങിയ ശേഷമുള്ള മാറ്റങ്ങൾ. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം പല ആൾക്കാരും ഞാൻ എന്തോ വലിയ ആരോ ആണ് എന്നൊക്കെ അവർ തന്നെ അങ്ങ് വിചാരിച്ചിട്ട് കുറച്ച് അകലം പാലിക്കുക, മിണ്ടാനൊക്കെ. അണ്ണൻ പറയുവാണ് പണ്ടൊക്കെ നാട്ടിൽ പോകുമ്പോൾ മുക്കിലൊക്കെ പോകുമ്പോൾ മിണ്ടുന്ന പല ആൾക്കാരും ഇപ്പോൾ വലിയ ജാടയൊക്കെ ഇട്ട് നിൽക്കുക. എന്തുവാണോ നമ്മളൊക്കെ എന്തോ ആയെന്ന ഇവരുടെയൊക്കെ വിചാരം. സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാതെ കിടന്നാൽ എല്ലാവരും കാണുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നമുക്ക് എന്തെങ്കിലും ആയിപ്പോയാൽ ആരും കാണില്ല, എല്ലാവർക്കും നമ്മൾ ശത്രുക്കളാണ്. അതാണ് സത്യം ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ഉണ്ട്, ഞാൻ മറ്റുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ പുറത്തുള്ള ജനങ്ങളുടെ റിയാക്ഷൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരെക്കാളും നമ്മളെ വില മതിക്കുന്നത് പുറത്തുള്ള ആൾക്കാരാണ് കേട്ടോ. ഇന്നലെ മോനുകുട്ടനും പൊന്നൂസിനും മദ്രസ പഠിച്ചിട്ട് അണ്ണൻ പുതിയ വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു പർപ്പിളിൻ്റെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കും, എഡിറ്റ് ചെയ്യും ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോഴത്തേക്ക് ആ സമയത്ത് മോനുട്ടനെയും പൊന്നൂസിനെയും അണ്ണ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ നേരം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിക്ക്, നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചുരിദാറൊക്കെ ഇട്ട് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിരുന്നു. ഞങ്ങൾ പോയി ചായക്കടയിൽ ചായ മേടിക്കാൻ പോയപ്പോൾ മോനുകുട്ടന് ചിക്കൻ വറുത്തത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും ഒരു ഓട്ടോയിൽ ഈ പൊരിപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഓട്ടോയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആ ഓട്ടോയിൽ ഇരിക്കുന്ന മോള് ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നു ദേന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വ്ളോഗ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഷോപ്പിംഗ് വ്ളോഗിൽ സുഡിയോയിൽ പോയപ്പോൾ ഇതുപോലായിരുന്നു. ഒരു മോളെയും കൊണ്ട് ഒരു അനിയത്തി വന്നിട്ട് പറഞ്ഞേ, ചേച്ചി വീഡിയോ എടുക്കണം, മോക്കൊരു ഫോട്ടോ എടുക്കണം ചേച്ചി. അങ്ങനെ നിന്ന് ഒത്തിരി നേരം സംസാരിച്ചു. പൊന്നൂസിനെ മോണ്ടനെ പേരറിയണമെന്ന് പറഞ്ഞു മോള് പറഞ്ഞു, പൊന്നൂൻ്റെ പ്രായം. അങ്ങനെ കുറേ നേരം സംസാരിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്.
ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ഇത് തന്നെയാണ്. ടിക്ടോക്കിൽ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ടിക്ടോക്കിൽ ഞാൻ ചുമ്മാ പൊന്നൂനെ മൊണ്ടനെയൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ഷാജാന സൗദിയിലാണ്, അണ്ണനെയും കൂടെ ഫോട്ടോ ഞാൻ ഞങ്ങളുടെ ഫോട്ടോയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ഈ എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ വോൺ വോയിസ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇവരൊക്കെ പറയും റിപ്ലൈ അങ്ങനല്ല, വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ദിവസമായി 2 ദിവസമായി എനിക്കങ്ങ് ടെൻഷൻ. അപ്പോൾ ആൾക്കാർ പറയാം എന്താ ജാടയാണോ പറഞ്ഞു തന്നാലെന്നൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോണിങ്ങനെ വെച്ചിട്ട് അത്താടെ ഫോൺ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഫോൺ വോയിസിൽ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അതൊന്ന് ചെറിയ വൈറലായി ആ വീഡിയോ. ഹലോ ആപ്പിലും അങ്ങനെ കുറേ ആപ്പിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ കുറേ കളിയാക്കലും ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നെങ്കിൽ ഫുൾ A+ കിട്ടിയേനെന്നൊക്കെ. അപ്പോൾ ആ ടൈമിൽ എല്ലാവരും കമൻ്റ് ഇടും ഇയാൾ നല്ല സംസാരിക്കുന്നുണ്ട്, അപ്പോൾ ഇയാൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ. അതിൽ വന്ന കമൻറ്റുകൾ കൊണ്ട് എനിക്ക് എന്നിൽ തന്നെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. ശരിയാണല്ലോ, തുടങ്ങിയാലോന്നേ. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം. പിന്നെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഗീവ് അവേ ചെയ്യാമോ? ഞാൻ എന്നെ തന്നെ വേണമെങ്കിൽ ഗീവ് അവേ ചെയ്യാം. ഗീവ് അവേ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് പറയാം, കമൻറ്റ് ഇടും. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ തന്നെ കമൻറ്റ് ഇട്ട് ആലോചിച്ച് കമൻറ്റ് ഇട്ടോ. നിങ്ങൾക്ക് എന്നിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നോ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ആണോ, നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് ഞാൻ എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. പറയുമ്പോൾ വലിയ വിലപിടിപ്പൊന്നും പറയരുത്. ഈ കാണുന്ന പ്രൗഢിയൊക്കെ തന്നെ ഉള്ളൂ, വലിയ വിലപിടിപ്പൊന്നും പറയരുത്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഗീവ് അവേ ചെയ്യാം മുത്തുമണീസ്. അപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. പിന്നെ നമ്മുടെ സ്ഥിരം എനിക്ക് എന്തുവായിരുന്നു പേര്, തസ്നീമ ഡോറയുടെ ഒരു പടം ഇട്ടിട്ടുള്ളതാണ്. എല്ലാ വീട്ടിലും എല്ലാ വീഡിയോസിലും വന്ന് കമൻ്റ് ഇടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഈ വ്ളോഗിൽ വന്ന് കമൻ്റ് ഇടും തീർച്ചയായിട്ടും. കാരണം നമ്മളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ ഓർത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടാണ് കേട്ടോ. ഒരു സ്വർണ്ണവളയുടെ ഒരു പ്രൊഫൈലുള്ള ഒരു സബ്സ്ക്രൈബും ഉണ്ട്. ഞാൻ എപ്പോഴും കമൻറ്റുകൾ ശ്രദ്ധിക്കാറുണ്ട്. അതെങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ചിലപ്പോൾ നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ വളച്ചൊടിച്ച് തെറ്റാക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ് എന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ഖത്തറിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ പൊന്നൂസിന് മോണ്ടനും റമദാന് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട സമയത്ത് ആ ഡെലിവറി ചെയ്യാൻ വന്ന ഇറ്റായെ ഞാൻ വീട്ടിലോട്ട് വിളിച്ച് കയറ്റിയില്ല എന്ന് പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിന്നീട് വീഡിയോ ഇട്ടു, ഷാജാനം വിളിച്ച് വരാൻ പറയുന്നതും. അപ്പോൾ അവർ ഇല്ല, അത് ഡെലിവറി ചെയ്യുന്ന ഇത്താണ്. അപ്പോൾ ഇല്ല, കുഞ്ഞുങ്ങൾക്ക് ഇത്താടെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇത്ത പോകാൻ ധൃതി കാണിക്കുന്നത് ഞാൻ പിന്നെ വീഡിയോ ഇട്ടു. നമ്മൾ ക്ഷണിച്ചിട്ട് ഇത്താക്കി തിരക്കുള്ളതുകൊണ്ട് വന്നില്ല. പക്ഷേ അത് മനസ്സിലാകുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലെ കൊറിയറൊക്കെ കൊണ്ടു കൊടുക്കുന്നവരുണ്ട്. എല്ലാവരെയും വീട്ടിൽ ക്ഷണിക്കാനാണെങ്കിൽ അതിനെ ഉള്ളു കാണും സമയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അത് മനസ്സിലാക്കുന്നുണ്ട്. കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ ഈ പ്രൊഫൈൽ വെച്ചാൽ മനസ്സിലാക്കാം. കാരണം നമ്മളെ കണ്ട് മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. എൻ്റെ ഒരു സ്റ്റോറി തന്നെ. നമ്മുടെ ജീവിതം എടുത്ത് തന്നെ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ കഥകളാണ്. അപ്പം ഞാൻ നേഴ്സിംഗ് 2nd ഇയർ പഠിക്കുന്ന സമയത്ത് ഈ പൊന്നൂസിനെ മോണ്ടനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട് റോഡ് സൈഡിലാണ്. ആ റോഡ് സൈഡിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ 3 മുറി കടയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്. എൻ്റെ ഫ്രണ്ട് പക്ഷേ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കട. ഇങ്ങനെ റോഡിൽ നിന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പം അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ആ സമയം അത്ത പ്രവാസിയായിട്ട് ഒരു 3 വർഷത്തോളം നാട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത്ത അവിടെ പലചരക്കട ചായക്കടയും ഒക്കെ ആയിട്ട് നടത്തുമായിരുന്നു. അപ്പോൾ ഈ അത്തായും അമ്മയും വെളുപ്പിന് രാവിലെ 5 മണിക്ക് എണീറ്റ് ചായ, ഈ മേശരിമാരൊക്കെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചായയൊക്കെ കുടിക്കാൻ വരും. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വീട്ടിൽ അല്ലറ ചില്ലറ ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും ഈ നേഴ്സിംഗ് 2nd ഇയർ പഠിക്കും. അപ്പോൾ ഓടി ചെല്ലുമ്പോൾ എനിക്ക് ബസ് കിട്ടത്തില്ല പലപ്പോഴും. അങ്ങനെ ഞാൻ അമ്മയുടെ തോന്നി എനിക്ക് സ്കൂട്ടി എടുത്ത് അമ്മ. അപ്പോൾ അന്ന് ആ സമയം അമ്മയുടെ പൈസ ഇല്ല. അപ്പം നമ്മുടെ ആ സ്വഭാവം വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം കെറിവിച്ചൊക്കെ ഇരുന്ന് രാത്രിയൊക്കെ ചോറുണ്ണ അതൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് CCക്ക് അന്ന് 2500 രൂപയായിരുന്നു CC. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അടയ്ക്കുന്നുണ്ട്. ഒത്തിരി വർഷങ്ങൾ വയ്ക്കുമല്ലോ, ഞാൻ അടച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് സ്കൂട്ടി എടുത്തു തന്നു. അപ്പം ഞാനിങ്ങനെ സ്കൂട്ടിയിൽ നേഴ്സിംഗ് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ടൗണിലൂടെ പാസ് കയറാൻ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ റോഡ് സൈഡിലൊരു കടയുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫർണിച്ചർ കടയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു അധികം പ്രായമൊന്നും ഇല്ലാത്ത നമ്മുടെ വാപ്പയുടെ പ്രായമുള്ളൊരു വാപ്പ കസേരയിട്ട് എപ്പോഴും ഇരിക്കും. ഞാൻ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും എന്നെ നോക്കി ചിരിക്കും, ഞാൻ ചിരിക്കും. തിരിച്ചു വരുമ്പോൾ ഞാൻ ചിരിക്കും. ഞാൻ ആ സൈഡ് ഇങ്ങനെ എത്തുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തിരിക്കും.
അങ്ങോട്ട് നോക്കും. അപ്പം ഞാൻ ചിരിയുമ്പോൾ എന്നെ നോക്കി ചിരിക്കും. അങ്ങനെ ഒരു 5-6 വർഷങ്ങളോളം ആ ചിരി തുടർന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പൊന്നൂനെ കല്യാണം കഴിഞ്ഞു, പൊന്നൂനെ പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ പൊയ്യാനി ഹോസ്പിറ്റലിൽ പോകും. മിക്കപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. അപ്പോഴും ഞാൻ ഓട്ടോയിലിരുന്ന് ഇങ്ങനെ നോക്കും, അപ്പോഴും എന്നെ കാണാം. അങ്ങനെ കുറേ വർഷങ്ങളോളം ചിരിച്ചു. പക്ഷേ സംസാരിച്ചിട്ടേ ഇല്ല, അടുത്തിരുന്നിട്ടില്ല. അപ്പോൾ ഒരിക്കൽ മോനുകുട്ടനുമായി, മോനോട്ട് കുഞ്ഞാണ്. ആ സമയത്ത് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് അയൽവാസിയിലെ ഒരു അനിയത്തിയുടെ കല്യാണം വന്ന സമയത്ത് ഞാനും അമ്മായിയൊക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ടേബിളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അപ്പുറത്തെ കസേരയിൽ ഈ വാപ്പ വന്നിരുന്നു. ഞാനിങ്ങനെ അത്ഭുതം, അടുത്ത് ഇത്രയും വർഷങ്ങൾ. അപ്പം എൻ്റെ അടുത്ത് നിൻ്റെ കല്യാണം കഴിഞ്ഞത് എനിക്കറിയാമായിരുന്നു, നീ ഓട്ടോയിൽ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, മോളാണല്ലേ, രണ്ടാമത്തെ മോനാണല്ലേ, അങ്ങനെ കുറേ സംസാരിച്ചു കഴിച്ചുകൊണ്ട്. പിന്നെയും ഞാൻ നമ്മളിപ്പോൾ പോകുന്ന സമയത്തും അവിടെ കാണും, ചിരിക്കും. അപ്പം ആ എൻ്റെ ഒരു ചിരി കൊണ്ടിട്ട് നമുക്ക് അവിടെ ഒരു സൗഹൃദം ഉണ്ടായി. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സൗഹൃദം, എന്തോ ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ നമ്മുടെ ആരുമല്ല. അതുപോലെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? നിങ്ങൾ എന്നെ എന്നും വീഡിയോയിൽ കാണുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരാളോട് ഒരു ഇഷ്ടം വരില്ലേ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യും ഫ്രണ്ട്സ്. പൊന്നൂനെ, മോനോടനെ, അണ്ണനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ കുറ്റം കണ്ടെത്തത്തില്ല. ഇത് ഇഷ്ടമല്ലാത്തവർ ചിലപ്പോൾ വീഡിയോ കാണുകയും ചെയ്യും. എന്നിട്ട് അതിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു വീഡിയോ ആണെങ്കിലും അതിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ 2 പേരിലുള്ള വ്യത്യാസം ഞാനൊന്ന് പറഞ്ഞതാണ് നമ്മുടെ ഈ കമൻറ്റിലെ ഡോറയെ കണ്ടപ്പോൾ. അപ്പോൾ അത് കമൻറ്റ് ഞാൻ വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു 20 കമൻറ്റ് ഞാൻ ഡിലീറ്റ് ആക്കി കാണുന്നത്. കാരണം നമ്മളെ നോവിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരാളെ നമ്മളെന്നും സ്ഥിരം കാണുന്നത്, നമ്മളെ അവർ ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി കമൻ്റ് ഇടാൻ പറ്റും, ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചോദിക്കാൻ പറ്റും? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെ പറ്റും? അത് എന്ത് മനസ്സാണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയാൽ എൻ്റെ മൈൻഡ് മാറിപ്പോവും. അപ്പോൾ അതെന്തോ കമൻ്റാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സാലിഹയുടെ യൂട്യൂബ് മീറ്റപ്പിലും മറ്റും അധികം കാണാറില്ല. കഴിഞ്ഞ വർഷം 1 കണ്ടു. മനഃപൂർവ്വം ഒഴിവാകുന്നതാണോ? അതേടാ, ഞാൻ മനഃപൂർവ്വം ഒഴിവാകുന്നതാണ്. ഞാൻ ഒരിക്കൽ ഒരു മീറ്റപ്പിന് പോയി. ഞാൻ ഈ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫ്രണ്ടുമായിട്ട് പിന്നെ ഞാനിങ്ങനെ ചോദിച്ചു, എടാ മീറ്റപ്പ് ഞാൻ ഇതുവരെ നമുക്കിപ്പോൾ 9 ലക്ഷം സബ്സ്ക്രൈബ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ മീറ്റപ്പിനൊന്നും പോയിട്ടില്ല. എൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഞാനത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ഞാനിങ്ങനെ ചോദിച്ചേട്ടാ മീറ്റപ്പിന് പോകുന്നത് എങ്ങനെ? അത് എനിക്ക് അമേരിക്കയിലുള്ള ആളാണ് എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പുള്ളിയാണ് എനിക്ക് സെറ്റാക്കി തന്നെ, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ശരി, ഞാനത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓർബിറ്റിൽ ഒരു അനിയനാണ് സാധാരണ സൗദിയിലൊക്കെ നിന്നപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആക്കി തന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അവനോട് ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാനിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു. അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്, കോട്ടയത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, മോനെ ഞാൻ ഇതുവരെ അതിന് പോയിട്ടില്ല, എനിക്ക് അറിയത്തില്ല എങ്ങനെയാടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അവൻ ചേച്ചി വോയിസ് മെസ്സേജ് അയക്കണം, ചേച്ചിക്ക് മീറ്റപ്പിന് പോകണമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ നാളെ പുനലൂർ വരും ചേച്ചി, അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ ഒന്ന് കടയിലോട്ട് വരണേ. അങ്ങനെ ഞാൻ വൈകിട്ടാണ് എന്നോട് പറഞ്ഞേ അവൻ വരും, എനിക്കൊന്ന് 5 മണിക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ എന്നെ കൊണ്ടാക്കിയിട്ട് അവൻ ആ സൈറ്റ് കാണിച്ചു തരികയും അതിലെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരികയും നമ്മുടെ ചാനലും മെയിൽ ഐ ഡിയൊക്കെ കൊടുക്കുമ്പോൾ പിന്നീട് അവർ മെയിൽ അയക്കുന്നതാണ്. അല്ലാതെ അമേരിക്കയിൽ നിന്ന് ആരും വന്ന് നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. ഇത് ചിലരുടെ മനസ്സാണ്. നമുക്ക് കുറേ സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ സാധനമാണ്, ഞാൻ എന്തോ വലിയ തികഞ്ഞ സംഭവമാണ്, ഞാനൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല, കാരണം എനിക്ക് പറ്റുന്നത് വേറൊരാൾക്ക് പറ്റാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു മൈൻഡ്. നമ്മൾ നല്ല രീതിയിലെല്ലാം നേടിയെടുത്താൽ എന്നും നമ്മുടെ കൂടെ അത് കാണും. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് ഒന്നും ശാശ്വതമായിരിക്കത്തില്ല. അപ്പോൾ ഒരു മീറ്റപ്പിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അണ്ണനെ കയറ്റിയില്ല, പൊന്നും മോനോട്ട് മാത്രം. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ അതിലൊന്നും ഒന്നുമില്ല ഫ്രണ്ട്സ്, ഒന്നും സത്യം പറഞ്ഞാൽ അതിലൊന്നും പോയിട്ട് ഒന്നും കിട്ടാനൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പോവാം. അതിന് ശേഷം എനിക്കങ്ങ് മടിയായി. ഞാൻ പിന്നെ മനഃപൂർവ്വം പോവാത്തതാണ്. പിന്നെ വേറെ കുറേ യൂട്യൂബേഴ്സിൻ്റെ പൊങ്ങച്ചം പോയി കണ്ടവരും ചിലർ നമ്മളോട് മിണ്ടത്തില്ല. എന്തിനാണ് അതിന് നിൽക്കുന്നത്? ഞാൻ യൂട്യൂബിൽ എൻ്റെ കാര്യങ്ങൾ ഇടുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ വിമർശിക്കുന്നുണ്ട്, അത് മതി. പിന്നെ എനിക്ക് മാസാമാസം അതിൻ്റെ സാലറി കിട്ടുന്നുണ്ട്, അതും ഞാൻ പറയണമല്ലോ, കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ കവിഞ്ഞ് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വേണമെന്നില്ല. കാരണം ഈ യൂട്യൂബ് അല്ല, ഇതിനപ്പുറം എനിക്കൊരു ലോകം ഉണ്ടെങ്കിൽ അത്
ഫാമിലി തന്നെയാണതാ. അപ്പോൾ ഞാൻ മനഃപൂർവ്വമാണ് ഈ വട്ടത്തെ ഇതൊന്നും മീറ്റപ്പിനൊന്നും പോവാഞ്ഞത്. സത്യം തന്നെയാണ് കേട്ടോ. വീടിൻ്റെ പാല് കാച്ച് ഉടനെ ഉണ്ടാവുമോ? ഇൻഷാ അല്ലാ ഉടനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹവും ടെൻഷനും ഒക്കെയാണ്. എനിക്കറിയില്ല നിങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കിപ്പോൾ നിങ്ങളടുത്ത് പറയണം എന്ന് നാക്കിൻ്റെ തുമ്പത്തൊരു കാര്യം വന്നിരിപ്പുണ്ട്. ചിലപ്പോൾ ഞാനത് പറഞ്ഞു എണ്ണ എന്നോട് പറയും എന്തിനാണ് നീ അത് പറഞ്ഞതെന്ന്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. വിഷമങ്ങൾ ഞാൻ അധികം നിങ്ങളെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ പാല് കാച്ചി കയറിയതിന് ശേഷം ഇൻഷാ അല്ലാ ഞാൻ നിങ്ങളടുത്തത് പറയും. അച്ചോടാ പൊന്നൂസിനെ അന്നും ഇന്നും കാണാനും നല്ല ക്യൂട്ടാണെന്ന്. പൊന്നൂസിൻ്റെ ഫോട്ടോയാണല്ലോ ഇട്ടത്. അണ്ണനും ഇത്തായും അടിപൊളി കപ്പിൾസാണ്. മാഷാ അല്ലാ. ഇത്ത എത്ര വരെ പഠിച്ചിട്ടുണ്ട്. അണ്ണനും ഞാൻ +2 കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോയി. പക്ഷെ അതിനിടയിൽ ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ ഇങ്ങനെ പോയി. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു 4 മാസമൊക്കെ നിന്നിട്ട് തിരിച്ചു വന്നു. അതിന് ശേഷമാണ് ഈ നേഴ്സിങ്ങിൻ്റെ സംഭവം കണ്ടുപിടിക്കുന്നതും പത്രത്തിലൊരു പരസ്യം കണ്ടുപിടിക്കുന്നതും പഠിക്കാൻ പറയുന്നതും ഒക്കെ അണ്ണനാണ് കേട്ടോ. അങ്ങനെയാണ് അമ്മ അവിടെ പോയി അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനും അമ്മയും പോയി ചേരുന്നതൊക്കെ. അതൊക്കെ അണ്ണനായിരുന്നു. പിന്നെ അണ്ണൻ ഡിഗ്രി BCom ആണ് കേട്ടോ. BComകാരനാണ്. പിന്നെ ഞാനത് പറഞ്ഞ് ചിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ക്ലാസ്സിന് പോകാൻ ഭയങ്കര മടിയാണ്. അന്ന് KSUക്കാരനാണ്. ഭയങ്കര മടിയാണ്. അങ്ങനെയൊക്കെ നടക്കും. അങ്ങനെ ഞാനും അണ്ണനും ഭയങ്കര വഴക്കായിരുന്നു. ഇപ്പം എൻ്റെ വീടിനടുത്തുള്ളൊരു 2 ഇത്താമാരും ഉണ്ട് അണ്ണൻ്റെ കൂടെ. ആ ഇത്ത എന്നെ എപ്പോഴും ബസ് കയറാൻ നിൽക്കുമ്പോൾ കളിയാക്കും. മാവേലി വരാറില്ല. അപ്പം ഞാൻ അണ്ണനെ വഴക്ക് പറയും. മര്യാദയ്ക്ക് ഇന്ന് പോകണം. എന്നിട്ട് അക്ക എന്നോട് ഒന്ന് പറഞ്ഞിരിക്കണം ക്ലാസ്സിന് വന്നെന്ന്. അങ്ങനെയൊക്കെ ഉന്തിത്തള്ളിയായാണ് വിട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് കേട്ടോ. പിന്നെ മോനുകുട്ടനെയും പൊന്നൂസിൻ്റെയും വയസ്സ് ഞാൻ പറഞ്ഞു. യൂട്യൂബിൻ്റെ ഇൻകം പറയാമോ? യൂട്യൂബിൻ്റെ ഇൻകം നമ്മളങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ പറയാൻ പറ്റുമോടാ? പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. പക്ഷേ ഇൻഷാ അല്ലാ ഒരു മാന്യമായ തുക എനിക്ക് കിട്ടുന്നുണ്ട്. കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതെങ്ങനെ ഞാൻ പറയാൻ പറ്റും? അല്ലാ കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ലെന്ന് അതെങ്ങനെ ഞാൻ പറയും? ഇൻഷാ അല്ലാ എനിക്ക് മാന്യമായ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. യൂട്യൂബിന് മാത്രമല്ല പ്രൊമോഷൻ വരുമ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിട്ടുള്ളത് റമദാൻ മാസത്തിലാണ്. അത് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കറിയത്തില്ല. റമദാൻ മാസത്തിൽ എനിക്ക് നല്ല യൂട്യൂബ് ഇൻകം കിട്ടിയായിരുന്നു. ആ സമയത്ത് നല്ല പ്രൊമോഷൻ രാജകുമാരിയിലും പിന്നെ പർപ്പിളിലൊക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നല്ല വരുമാനം ഉണ്ടടാ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൂടുതൽ കിട്ടണമെന്നല്ല, കിട്ടുന്നത് പഠിച്ചൊന്ന് നിലനിർത്തി തരണമെന്നേ ആഗ്രഹമുള്ളൂ. ഒരുപാട് വേണമെന്നുള്ള ആർത്തിയൊന്നുമില്ലടാ. മുത്തുമണീസ് എന്ന പേര് എവിടുന്നാണ്? അത് ഈ സാധാരണ നമ്മൾ സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ ഫോൺ ചെക്ക് ചെയ്താൽ എനിക്കറിയാം ഒരു 3-4 പഴയ ഫോണുണ്ട്. പഴയ ഫോണൊന്നും വിൽക്കത്തില്ല ഞങ്ങൾ. പഴയ ഫോൺ കൊടുത്തു മാറുന്നൊരു സ്വഭാവം എനിക്കും അണ്ണനും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 5 ഫോണൊക്കെ കാണും. പണ്ടത്തെ ഓപ്പോ ഉണ്ട്, റിയൽമി 7 ഉണ്ട്, റിയൽമി 6 ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പൊന്നൂസിനെയൊക്കെ കുഞ്ഞിനെ തൊട്ടുള്ള പിന്നെ ഫോട്ടോസ് ഉണ്ട്. വിവോ ഉണ്ട്. അപ്പോൾ വിവോ ആണ് എൻ്റെ ഫസ്റ്റ് ഫോൺ കേട്ടോ. അപ്പോൾ അണ്ണൻ കൊടുത്തു വിട്ടതങ്ങോണ്ട്. അപ്പോൾ ഞാൻ ഈ കൊച്ചു വീഡിയോ ഇവർ കളിക്കുന്നതും ഒക്കെ ആയിട്ട് കൊച്ചു വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ അപ്പം തന്നെ വാട്സപ്പിൽ ഇട്ട് കൊടുക്കും അണ്ണന്. അപ്പോൾ അണ്ണൻ അത് കണ്ടിട്ട് ഈ ഡ്യൂട്ടി സമയത്തായിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയിട്ട് വൈകിട്ട് വീഡിയോ കോൾ വിളിക്കും ഒരു 6 മണിക്ക് ശേഷം. അപ്പോൾ പറയാം എൻ്റെ മുത്തുമണികൾ എന്തേ കാണീര് എന്നിങ്ങനെ പറയും. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ പൊന്നൂനെയും മൗണ്ടനെയും തന്നെ വിളിച്ച് വന്നൊരു ഇതാണ്. അതപ്പം ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോയിൽ ലഞ്ച് ബോക്സ് വീഡിയോയിൽ വിളിച്ചപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ റിപ്ലൈ തന്നു. അപ്പോൾ ഞാനതങ്ങ് സ്ഥിരമാക്കി. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് വന്നൊരു വിളിയാണ് കേട്ടോ. നിങ്ങൾ പ്രേമിക്കുന്ന ടൈമിൽ ആദ്യമായി ഒരുമിച്ച് പോയ പ്ലേസ് എവിടെയാണെന്ന്. അത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചിരിക്കും. കാരണം ഒരുമിച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, എപ്പോഴും ഒരുമിച്ചായിരുന്നു. കാരണം രാവിലെ ഷാജാണ്ണൻ എന്നെ ഇങ്ങനെ നിൽക്കും നമ്മുടെ താവളത്തിൽ. ഞാൻ കയറുന്ന ജീപ്പിലാണ് അണ്ണൻ തൂങ്ങി പിടിക്കുന്നത്. എന്നിട്ട് അവിടെ കയറുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു, അണ്ണൻ സ്കൂളിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അതുപോലെ വന്ന് ജീപ്പ് സ്റ്റാൻഡിൽ നിൽക്കും. ഞാൻ കയറുന്ന വണ്ടി, ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വരും, ആ വണ്ടിയിൽ കയറുന്നു, തൂങ്ങി നിൽക്കുന്നു. അപ്പം എന്നും രാവിലെയും വൈകിട്ട് ഒരുമിച്ചാണ് പോകുന്നതും വരുന്നതും. പിന്നെ ഒരുമിച്ച് അങ്ങനെ എനിക്കറിയില്ല, ഒരുമിച്ച് അങ്ങനെ പറയാനായിട്ട് എപ്പോഴും ഒരുമിച്ചായിരുന്നടാ. പിന്നെ അങ്ങനെ എപ്പോഴും കണ്ട് സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ 10ാം ക്ലാസ്സിൽ ജയിച്ചപ്പം ഇവിടെ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുമല്ലോ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ കയറി ഒരുമിച്ച് വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ ഒന്നിക്കാൻ പറ്റത്തില്ല, നമ്മുടെ നാട് തന്നെയല്ലേ, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
പൊന്നൂസ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പൊന്നൂനി 4ലാണ്, മോനുകുട്ടൻ ഇനി 2. എനിക്കറിയത്തില്ല, പൊന്നൂസ് മോണ്ടനൊക്കെ വളർന്നല്ലേ, സത്യമായി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. എത്ര വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്? ഒരു 4-4.5 ആയിക്കാണും ഇവിടെ. എത്രാം ക്ലാസ്, എത്ര വയസ്സിലാണ് കല്യാണം? എൻ്റെ കല്യാണം 21 വയസ്സിലാണ്. ഷാജാണിന് 23 വയസ്സായപ്പോഴാണ് ഞങ്ങളുടെ കല്യാണം. ഞങ്ങൾ തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമുള്ളൂ ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് വാടാ പോടാ ബന്ധം. പൊന്നൂസിൻ്റെ ഹെയർ കെയർ വീഡിയോ ചെയ്യുമ്പോൾ എന്താ പൊന്നൂസ് യൂസ് ചെയ്യുന്നത്? പൊന്നൂസ് ഒന്നും യൂസ് ചെയ്യത്തില്ല. പൊന്നൂസ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വഭാവമേ അല്ല പൊന്നൂസ്. അണ്ണൻ എപ്പോഴും പറയും എൻ്റെ സ്വഭാവം മോനൂട്ടനാണ് കേട്ടോ. ഒരു സൗന്ദര്യ സംരക്ഷണവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മോനൂട്ടനാണ്. മോനൂട്ടനെ എൻ്റെ എൻ്റെ അമ്മയുടെ എനിക്ക് ഇവിടെ ഒരു മറവുണ്ട്, അതേ മറവ് മോനൂട്ടനുണ്ട്, ചെറുതായിട്ടുണ്ട്, ഇങ്ങനെ വളരുമായിരിക്കും എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ പറഞ്ഞാൽ അവന് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെയാണ്. പക്ഷെ പൊന്നു ഇതൊന്നും ശ്രദ്ധിക്കില്ല. അവളെ ഞാൻ ഒരുങ്ങും, ഞാൻ അവൾക്ക് നഖം വെട്ടി കൊടുക്കണം, അങ്ങനെ പൊന്നു സ്വന്തമായി അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അവൾക്ക് വല്ലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അമ്മ നല്ല എണ്ണ തേച്ച് കൊടുക്കും, ഞാൻ വരുമ്പോൾ ഷാമ്പൂ ഇട്ട് കഴുകിക്കളയും, ഇത്രേ ചെയ്യാറുള്ളൂ. അങ്ങനെ കെയർ ഒന്നും ചെയ്യാറില്ല. പൊന്നൂനിപ്പോൾ ഈ സ്വിമ്മിങ് പഠിക്കാൻ പോയിട്ട് ഈ പൊഴിഞ്ഞു പോയിട്ട് വന്ന മുടിയാണിത്. പക്ഷേ ഇതിനേക്കാളും അടിപൊളി ഇതിപ്പം ചെറുതായിട്ട് കേൾ ചെയ്ത മുടി പോലെയാണിപ്പം. പക്ഷേ ആദ്യത്തെ മുടി പൊന്നൂസിൻ്റെ നല്ല മുടിയായിരുന്നു. ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല തിക്കായിട്ടുള്ള മുടിയായിരുന്നു, അതും സ്ട്രെയിറ്റ് മുടിയായിരുന്നു. ഞാനിങ്ങനെ ബോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ണൻ ഗൾഫിൽ എവിടെയായിരുന്നു? അണ്ണൻ ഗൾഫിൽ സൗദിയിൽ ആയിരുന്നു കേട്ടോ. സൗദി റിയാദിൽ വേറെ ഒരു പേര് പറയും, എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. 10 വർഷം അണ്ണൻ ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസും കാണും, മുടങ്ങാതെ കാണാറുണ്ട് കേട്ടോ. അടിപൊളിയാണ്, മാഷാ അല്ലാ. ലവ് യു സോ മച്ച്. എനിക്കങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ഭയങ്കര നാടവും ഭയങ്കര സന്തോഷവും ഭയങ്കര സങ്കടമൊക്കെ വരും. പെട്ടെന്ന് സങ്കടവും സന്തോഷവും ഒക്കെ വരുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അങ്ങനെ സങ്കടം പെട്ടെന്ന് വന്നാൽ കരയുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയത്തില്ല എന്താണ് ഇങ്ങനെ. എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ സാധാരണ എടുത്ത് പറയും കരഞ്ഞു കൊളവാക്കരുത്, പക്ഷെ അതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഞാൻ വേണമെന്ന് വെച്ച് കരയുന്നതല്ല, അങ്ങ് വരും. ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ വെച്ചിട്ട് എന്താണ് ചെയ്തത്? ഫസ്റ്റ് അല്ലാവേ എനിക്ക് ഓർമ്മയില്ലേ, എന്തോ ചെയ്ത് കേട്ടോ. പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ എൻ്റെ പൈസ നിൻ്റെ പൈസ അങ്ങനൊന്നുമില്ല. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഹസ്ബൻഡിന് 2000 രൂപ കൊടുത്താൽ പറയും അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് തിരിച്ച് തരണമെന്ന്. എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഞാനത് കേട്ടോണ്ടിരിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. എൻ്റെ പൈസ ഒന്നും വരുന്നത് ഞാൻ അറിയത്ത് പോലുമില്ല. പക്ഷേ ആ മെസ്സേജ് വരുമ്പോൾ അണ്ണൻ പറയും ഞാൻ നിൻ്റെ ഫോണിൽ യൂട്യൂബിൽ നിന്ന് പൈസ തന്നെ മെസ്സേജ് വന്ന്, അപ്പോൾ നമുക്കിന്ന് ചിലവ് ചെയ്യാം, നിനക്ക് എന്താ വേണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയും പൊന്നൂസ് എന്തെങ്കിലും പോകണം, ഓക്കെ അപ്പോൾ പെട്ടെന്ന് റെഡി ആവും, നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ച് അന്നത്തെ ദിവസം ഒന്ന് ചില്ല് ചെയ്യും കേട്ടോ. അതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം, യൂട്യൂബിൻ്റെ പൈസ വരുന്നതിൻ്റെ അന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തോ ചെയ്തേ പഠിച്ചോനെ, ഞാൻ അണ്ണനോട് ചോദിച്ചിട്ട് പറയാം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മെമ്മറി ഫ്രം യുവർ ചൈൽഡ്ഹുഡ്? എനിക്ക് നമ്മുടെ കുട്ടിക്കാലമൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതിൻ്റെ ഓർമ്മകൾ ഒരുപാട് ഓർമ്മകളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഓരോന്നിങ്ങനെ പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് 2 മണിക്കൂർ പോലും വീഡിയോ തികയത്തില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. കാരണം അത്രയും നല്ല കുട്ടിക്കാലമായിരുന്നു എനിക്ക് പടച്ചോൻ തന്നത്. എൻ്റെ മക്കൾക്ക് പക്ഷേ അതിലേറെ സൗഭാഗ്യങ്ങളാണ് പടച്ചോൻ കൊടുക്കുന്നത്. ഞാനും അണ്ണനും എപ്പോഴും പറയും, ഞങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യങ്ങളും അണ്ണൻ പറയുന്ന ആണ്, മക്കളെ അത്താക്കും അമ്മയ്ക്ക് ഇതൊന്നും കിട്ടിയില്ല. ഇപ്പം നിങ്ങൾ മദ്രസയിൽ പോകണമെങ്കിലോ ട്യൂഷന് പോകണമെങ്കിലൊക്കെ മക്കളെ കാറിലാണ് കൊണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സ്കൂട്ടിയിലാണ് കൊണ്ടാക്കുന്നത്. അത്തായും അമ്മയൊക്കെ 1.5-2 കിലോമീറ്ററോളം നടന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ ഭാഗ്യം ചെയ്ത മക്കളാണെന്നൊക്കെ അണ്ണൻ എപ്പോഴും പൊന്നൂസിനടുത്ത് മോണിട്ടടുത്ത് ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പം നമ്മുടെ കൊച്ചിലെ കിട്ടിയ ഭാഗ്യങ്ങളൊന്നുമല്ല, അവർക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞാനും അണ്ണനും ഒക്കെ ഒരേ നാടാണ്. നമ്മുടെ ആ ഓർമ്മകളൊന്നും ഇപ്പം ഇല്ല, ഇപ്പം കാലം മാറിപ്പോയി. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വാടക വീട്ടിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല ക്വസ്റ്റ്യനാണ്, പക്ഷെ എന്നാലും കഴിഞ്ഞു പോയ കാര്യമാടാ. എന്നാലും ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചല്ലേ. എന്താണെന്ന് വെച്ചാൽ ഷാദാൻ്റെ വീട്ടിൽ എല്ലാവരും അത് കുടുംബമാണ്, ഒരു 10-40-50 വർഷമൊക്കെ പഴക്കമുള്ള കുടുംബമാണ്. പിന്നെ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. കഴിച്ച സമയത്ത് ഞങ്ങളുടെ കല്യാണത്തിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തെ നമുക്ക് അയൽവക്കത്തുള്ള പെണ്ണുങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ. അങ്ങനെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ മിണ്ടാതിരിക്കൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അണ്ണൻ ഗൾഫിലൊക്കെ പോയിട്ട് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, വീട് വെക്കുന്നില്ലേ. അപ്പോൾ അണ്ണൻ്റെ കൂട്ടുകാർക്കൊക്കെ വീടായി. അപ്പോൾ 10-40 വർഷം പഴക്കമുള്ള വീടായതുകൊണ്ട് അണ്ണനും ആഗ്രഹം തോന്നി എനിക്കൊരു പുതിയ വീട് വെക്കണം. അപ്പോൾ അത്തായും അമ്മായും
പറഞ്ഞു ഇത് കുടുംബമാണ്, ഇത് പൊളിക്കണ്ട, ഇവിടെ കിടന്ന് മരിക്കണമെന്നൊക്കെ അത്താഴമ്മ പറയുമ്പോൾ അണ്ണന് ഭയങ്കര സങ്കടം തോന്നി. അപ്പം അണ്ണൻ പറഞ്ഞു ശരി, അവരുടെ ആഗ്രഹം പോലെ അത് പൊളിക്കണ്ട, നമുക്ക് വേറെ വാങ്ങിച്ച് വെക്കാം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂ ഒക്കെ നടന്നായിരുന്നു. അങ്ങനെയാണ് വാടക വീട്ടിലൊക്കെ വരാനുള്ള കാരണം എനിക്കറിയത്തില്ല. ഞാനൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ പറയും, കഴിഞ്ഞത് കഴിഞ്ഞ്, നമുക്കിപ്പോൾ എല്ലാവരും സന്തോഷമല്ലേ, അതല്ലേ പ്രധാനം. ഇപ്പം അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ എന്തിനതൊക്കെ പറയുന്നില്ലേ, എനിക്ക് ചോദിക്കാവോ. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താ? ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എനിക്ക് ഷാനാറിനെ പൊന്നൂസിനെ മോണ്ടനെയും കൂടെ ഇരിക്കുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അണ്ണ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങൾ വീഡിയോസിലൊക്കെ പറയാം എപ്പോഴും അണ്ണ എൻ്റെ കൂടെ ആണല്ലോ എന്ന്. അപ്പോൾ എനിക്ക് അണ്ണൻ വന്നിരുന്ന ഉടനെ ഞാൻ പറയാം അണ്ണ എനിക്കിത് ചെയ്ത് അണ്ണ അത് ചെയ്ത് അണ്ണ. കാരണം എനിക്ക് പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് പോയി ചുമ്മാ ഇരിക്കണം അണ്ണൻ്റെ കൂടെ. അതാണ് എനിക്കിപ്പോഴും 10 വർഷമായിട്ട് മടുക്കാത്തൊരു കാര്യമാണ്. ഞങ്ങൾക്ക് പരസ്പരം സത്യം പറഞ്ഞാൽ മടുത്തിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ. ഇപ്പോഴും ആ ഒരു റൊമാൻസും കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചുമ്മാ അവിടെ പോയി ഇരിക്കുക, ചുമ്മാ ഞോണ്ടിക്കൊണ്ടിരിക്കുക, കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല. പിന്നെ ചേച്ചിയുടെ വീട് എവിടെയാണ്? 2 പേരുടെയും മാർക്ക് അറിഞ്ഞോ? ഞങ്ങളുടെ വീട് കൊല്ലം പുനലൂർ കാര്യറയാണ് കേട്ടോ. പിന്നെ 2 പേരും മാർക്ക് അറിഞ്ഞു തന്നെ ഇക്കഴിഞ്ഞ കൊണ്ടും ഈ സത്യം പറഞ്ഞാൽ അങ്ങനെ റിസൾട്ട് ഞാനും പൊന്നൂസിനെ അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത് എനിക്കറിയത്തില്ല, ഇവർ പഠിക്കുന്നുണ്ട്, ഓരോ വർഷം ഓരോ ക്ലാസ്സിലേക്ക് മാറുന്നുണ്ട്. റിസൾട്ട് ജയിച്ചോ തോറ്റോ എന്നൊന്നും അങ്ങനെ അവിടെ എഴുതിയിടാറുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ലടാ സത്യമായിട്ട്. എനിക്കറിയാം നമ്മൾ അഡ്മിഷൻ എടുക്കാതെ യൂണിഫോം അടുത്തത് ബുക്കും പുസ്തകം വാങ്ങാനാണ് പോകുന്നത്. അവർ പഠിക്കും, നമുക്ക് അറിയാം, ജയിക്കും, നമ്മൾ മക്കൾ പഠിക്കും. പിന്നെ ഈ ഫോട്ടോയിൽ തട്ടമിട്ടിട്ടില്ല എന്താണെന്ന്. ഞാനിപ്പോൾ ഇട്ട ഈ ഫോട്ടോ എന്ന് വെച്ചാൽ ഞാൻ പൊന്നൂനെ ഡെലിവറി, ഞാൻ പറഞ്ഞല്ലോ ഓരോ ചെറിയ ചെറിയ കാര്യവും ഞാൻ ആ സമയത്ത് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. കാരണം അണ്ണന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ 40 അതിൻ്റെ ആ ഉള്ളിൽ ഉള്ള ഫോട്ടോസാണ്. അപ്പം ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു കൗതുകം കൊണ്ട് പിന്നെ പോസ്റ്റ് ചെയ്തതാണ്. നിങ്ങളുടെ ലവ് സ്റ്റോറി പറയാമോ? ലവ് സ്റ്റോറി ഞാൻ ഈ വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കാടാ. കാരണം വെച്ചാൽ ഒത്തിരി പറയാനുണ്ട്. പറഞ്ഞ് അങ്ങോട്ട് പോകും. 9 വർഷത്തെ കഥയുണ്ടേ. അപ്പോൾ അത് ഞാൻ 2-3 വട്ടം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിൻ ചെയ്ത് വെക്കാടാ. പിന്നെ സാലിഹയുടെ ഷാജഹാൻ്റെയും സഹോദരങ്ങളെക്കുറിച്ച് പറയാമോ? എനിക്കൊരു അനിയനാണ്, അവനിപ്പോൾ ദുബായിലാണ്. പിന്നെ അണ്ണനൊരു പെങ്ങളാണ്, പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു. പെങ്ങൾക്ക് 2 മക്കളുണ്ട്, വലിയ 2 പിള്ളേരാണ്. സാലിഹ ആദ്യം ക്രിസ്ത്യൻ ആയിരുന്നു. എന്നെ കണ്ട അങ്ങനെ ഒരു ക്രിസ്ത്യൻ ലുക്കൊക്കെ ആണെന്ന് എല്ലാവരും പറയും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പറയും നീ തട്ട വിട്ടാലേ അറിയാൻ പറ്റും നീ മുസ്ലിമാണ്, പക്ഷെ നിൻ്റെ മോൻ കണ്ട ക്രിസ്ത്യൻ ആണെന്നേ പറയുള്ളൂ. പറയുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ മുസ്ലിമായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാ മതവും ഇഷ്ടമാണ്, എല്ലാ മതത്തെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ മതത്തെ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. എനിക്ക് ഒന്നിനോട് അന്ധമായ വിശ്വാസമില്ല, എല്ലാത്തിനെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അവരുടെ മതത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ മതത്തെ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. പിന്നെ എനിക്ക് ഉള്ള ഫ്രണ്ട്സ് കൂടുതലും ഹിന്ദുക്കളാണ് കേട്ടോ. ഹിന്ദു കൂട്ടുകാരികളാണ് എനിക്ക് കൂടുതലും ഉള്ളത്. അപ്പം അറിയാമല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ പ്രവീണ, അറിയാം നിങ്ങൾക്ക്, ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. എനിക്ക് അങ്ങനെ ഇന്ന മതം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്കെപ്പോഴും നമ്മൾ ജനിച്ചപ്പോഴേ അറിയാവുന്ന മതത്തോട് വിശ്വാസവും ഇഷ്ടമുണ്ട്. അതുപോലെ എൻ്റെ മതത്തെ എനിക്ക് വിശ്വാസവുമാണ്. ആരാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? ഷാദണ്ണൻ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. എനിക്ക് ആ സമയത്ത് അണ്ണനെ കൊച്ചിലേ നമുക്ക് കാണുന്ന ആളാണ്, അറിയാവുന്ന ആളാണ്. പക്ഷേ അങ്ങനെ പ്രേമമൊന്നുമില്ല. 3-4 അപ്പുറം ഇപ്പുറമുള്ള എല്ലാ അണ്ണന്മാരും ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. അതുപോലെ അതിലൊരു അണ്ണൻ എൻ്റെ കുട്ടി മുയലിനെയൊക്കെ വന്ന് എടുത്തിട്ടുള്ളപ്പോൾ ഞാൻ അണ്ണൻ്റെ പുറത്ത് അടിച്ചിട്ടുണ്ട്. ഹിന്ദു അണ്ണൻ ഇങ്ങനെയൊക്കെ കൊച്ചിലേ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു 7ാം ക്ലാസ് വരെയും നമുക്ക് പ്രേമമൊന്നുമില്ല, അറിയാവുന്ന അണ്ണൻ. 8ലേക്ക് കടന്നപ്പോൾ അണ്ണനൊരു ഇഷ്ടം പറഞ്ഞു. അപ്പോൾ എവിടെയോ ഒരു സ്പാർക്ക് വീണു. അങ്ങനെ ഇപ്പോഴും ഞാൻ വീണ് കിടക്കാണ്. ഇതുവരെ ഞാൻ എഴുന്നേറ്റിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അണ്ണ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തగ్గടിച്ചാണ്. എന്നാണ് പുതിയ വീട്ടിൽ പോകുന്നത്? ഇപ്പം അടുത്ത പുതിയ വീട്ടിലേക്ക് പോകുന്നു. ഹൗസ് വാമിങ് ഉണ്ടാവുമോ? ഹൗസ് വാമിങ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പണി ഉണ്ടടാ. കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് ടൈല് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രാനൈറ്റൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കബോർഡുണ്ട്, അത് കഴിഞ്ഞിട്ട് പാർട്ടീഷൻ പരിപാടീസ് ഉണ്ട്. പിന്നെ നമ്മൾ പുറകിലേക്ക് ഇച്ചിരി സ്ഥലം മേടിച്ചായിരുന്നല്ലോ, അപ്പോൾ അത് മണ്ണൊക്കെ മാറ്റി നമ്മുടെ വസ്തുവിനോട് ചേർത്തിട്ടിട്ട് മതിൽ കെട്ടാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇനിയുള്ള ചെയ്യാനുള്ള ജോലി എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ വരുന്ന പണികളാണ്. ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഓരോ പണിക്കും ലക്ഷങ്ങൾ വെച്ചാവും പൈസ മറിയുന്ന പണികളാണ് ഇനി വരുന്നത്. ഇതുവരെയുള്ള പണികളൊക്കെ ജടേന്ന് പറഞ്ഞാൽ നടന്നുപോയി. അപ്പോൾ ഞങ്ങൾ വലിയ രീതിയിൽ കടമൊന്നും വരാതെ നമുക്ക് കയറി കിടക്കുമ്പോൾ സന്തോഷം വേണ്ടേടാ, ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. അപ്പോൾ ഇത് ഓരോ ജോലി തീർത്ത് ഓരോന്നിലോട്ട് കിടക്കുവാണ്. അതുകൊണ്ടാണ് ഇത്രയും താമസം കേട്ടോ.
ചേച്ചിക്കും ചേട്ടനും കല്യാണത്തിന് മുമ്പ് പ്രണയം ഉണ്ടായിരുന്നു. എനിക്ക് കല്യാണത്തിന് മുമ്പ് പ്രണയിക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. കാരണം 8ാം ക്ലാസ്സിൽ എൻ്റെ കുട്ടിത്തം മാറുന്നതിന് മുമ്പ് ഇതെന്നെ പ്രേമിച്ചല്ലോ. അപ്പോൾ അണ്ണന് ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങൾ തമാശയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയും, അതെങ്ങനെയാ വേറെ ഒരാളെ പ്രേമിച്ചെൻ്റെ വേസ്റ്റ് അല്ലേ എനിക്ക് കിട്ടിയെന്ന്. അപ്പം അണ്ണൻ ചോദിക്കും, എങ്ങനെയാടി വേസ്റ്റ് ആവുന്നത് എന്ന്. കാരണം വെച്ചാൽ അണ്ണൻ എന്നെ ഞാൻ 8ലും അണ്ണൻ 10ലും പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാവുന്നത്. അപ്പോൾ അണ്ണൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7, 8 പഠിക്കുമ്പോൾ അണ്ണൻ ഒരു ലൈൻ ഉണ്ടായിരുന്നു. അതിന് എനിക്ക് കാണിച്ചൊക്കെ തന്നിട്ടുണ്ട്, വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അത് പൊട്ടിപ്പോയി, അതിന് പിന്നെ വേറെ ലൈൻ അങ്ങനെ. പക്ഷെ എന്നാലും ആ ഒരു പണ്ടത്തെ കുട്ടിത്തം നിറഞ്ഞ മെമ്മറീസൊക്കെ അണ്ണൻ പറയും സംസാരിക്കുന്നതൊക്കെ. അപ്പം ഞാൻ വല്ലവരും ഉപയോഗിച്ചതാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. എൻ്റെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഒരു എനിക്ക് 30 വയസ്സായെങ്കിലും 31 വയസ്സായെങ്കിലും പൊന്നൂസിനെ മൊണ്ടനേക്കാളും ചിലപ്പം ഞാൻ ചെറുതാണ്. ഈ വീട്ടിലൊക്കെ കിടന്ന് ഓടി ബഹളമൊക്കെ വയ്ക്കുന്ന സമയത്ത് അണ്ണൻ പറയും, അയ്യോ പിള്ളേരെ പിന്നെയും സഹിക്കാം, ഇവളെയാണ് സഹിക്കാൻ ഒക്കാത്തത് എന്ന് പറയും. അപ്പോൾ എൻ്റെ ആ ഒരു ഇതാണ് ഇതുവരെ മാറാത്തത്. അടുത്ത ബേബി പ്ലാൻ ഉണ്ടോ? മോനൂട്ടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ മോനൂട്ടാ, പെട്ടെന്ന് വന്നേ. ഇവിടെ ഇരുന്നേ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് കണ്ടോ, അടുത്ത ബേബി പ്ലാൻ ഉണ്ടോ എന്ന്. അടുത്ത നമുക്കൊരു കുഞ്ഞും കൂടെ ആയാലോ എന്ന് എല്ലാവരും ചോദിക്കുന്നു. കാര്യം എന്തുവാ? എന്തോ കാര്യം? അല്ല കാരണം പറ, അവരോട് കാരണം പറ. എന്തുവാ കാരണം പറ. വേണ്ട എന്നല്ല, കാരണം എന്തുവാ? അല്ലടി, അതിനുള്ള കാരണം പറ. എനിക്ക് കുഞ്ഞിനെ ഇഷ്ടമല്ല. എന്തുവാ കാര്യം? ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇഷ്ടമല്ല. അല്ല, കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമാണല്ലോ, വേറെ കാരണം എന്തുവാ? കാരണം അത് തന്നെയാണ്. അല്ല, കാരണം പറയണം, കാരണം. ശരി, കുഞ്ഞു വേണ്ട, അവൻ ഇനി വിഷമിപ്പിക്കട്ടെ. പൊക്കോ, ഓടിപ്പൊക്കോ. അപ്പം മോനൂട്ടന് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇപ്പം എൻ്റെ മടിയിലിട്ട് ഇരിക്കാൻ പറ്റും. വേറൊരു കുട്ടിയായ ഇവനെ എടുത്ത് ബാക്കിലിടും പൊന്നൂൻ്റെ കൂട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൈ കിടന്ന് ഉറങ്ങാൻ ഒക്കത്തില്ല, അമ്മ ആ കുഞ്ഞിനെ കിടത്തും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടാണ് മോനുകുട്ടൻ അത് പറയുന്നതേ ഇഷ്ടമല്ല. പിന്നെ പടച്ചൊന്നൊരു ആണിനെയും പെണ്ണിനെയും തന്നല്ലോ, അൽഹംദുലില്ലാ. അപ്പം അവരെ വളർത്തി വലുതാക്കി, അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം. പിന്നെ ഒരു ബേബി പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. ആണ്ടേ കുളിക്കാതെ വന്നിരിക്കാം. നിങ്ങൾ ലവ് മാരേജ് ആണോ? നത്തായി ലവ് മാരേജ് ആണോ? ആണ്. എങ്ങനെ അറിയാം? അമ്മ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ അങ്ങനെ പറയാൻ പറ്റാത്ത പന്നക്കഥയൊന്നും അല്ല കേട്ടോ, നല്ല കഥയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവർ ചോദിക്കും, അമ്മയുടെ എത്താടേം കഥ പറ. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ്റർകാസ്റ്റ് മാരേജ് ആണോ? അല്ല കേട്ടോ, ഞാൻ ഇതുപോലെ ഇൻ്റർകാസ്റ്റ് ഒരാളെ സ്നേഹിച്ചു, ബട്ട് ഇപ്പോൾ എന്നെ ഒഴിവാക്കി അവൻ പോയി. അതൊക്കെ നമുക്ക് വിധിച്ചത് കിട്ടൂടാ, അത് നമുക്ക് വിധിക്കാത്തതാണ് പോയത് എന്നങ്ങ് വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെന്തുവാ യൂട്യൂബിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള വീഡിയോ? ഒരുപാട് വീഡിയോ ഉണ്ട്. നമുക്ക് 1 മില്യൺ അടിച്ച വീഡിയോ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്തോഷമായ നിമിഷവും ഞാൻ ഇതിൽ പകർത്തിയിട്ടുണ്ട്. നമ്മുടെ പുതിയ വസ്തു വാങ്ങിച്ചത്, അതിൽ നമ്മൾ എന്താ പറയുക കട്ടള വെച്ചത്, ഓരോ വാർപ്പായത്, അങ്ങനെ ഓരോന്നും പുതിയ അതിൻ്റെ ബാക്കിൽ വസ്തു, ഓരോ സന്തോഷമായ നിമിഷവും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം എൻ്റെ മെമ്മറബിളായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് എല്ലാം. വലുതായാൽ എന്താവണമെന്നാണ് താല്പര്യം? പറഞ്ഞോളൂ. എന്താവണം? പൊന്നു, ഞാൻ ആദ്യം ആകാൻ വന്ന ഡോക്ടർ. ഞാൻ കലക്ടർ. മോനുകുട്ടൻ കലക്ടറാണ്. കലക്ടറായിട്ട് മോനുകുട്ടനെ സർക്കാർ കൊടുക്കുന്ന വണ്ടിയിൽ എനിക്കും ഇരുന്ന് പോകണം. പൊന്നൂസ് ഡോക്ടറാണ്, അതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് ആശുപത്രിയിലൊന്നും പോകേണ്ട വയസ്സാം കാലത്ത്. പൊന്നു ഞങ്ങളെ നോക്കിക്കോളും. പഠിക്കണേ. അതിന് ഈ പഠിത്തമൊന്നും പോരാ. പിന്നെ വേറെ വീഡിയോയും കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മുത്തോണീസ് ഫാമിലിയിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. മോർക്കുട്ടനും ഇന്നലെ 1 ലക്ഷം ആയിട്ടുണ്ട്. കേക്കൊക്കെ വാങ്ങിച്ച് വൈകിട്ട് മുറിപ്പിക്കണം. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മന്ത് ആയിട്ടുണ്ട്. പക്ഷേ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം അഡിക്റ്റ് ആയിപ്പോയി. അത്രയും ഇഷ്ടമാണ് എനിക്ക്. ചോദിക്കുന്നത് കൊണ്ട് ഭാര്യ ഭർത്താവിനെ മാത്രം എന്താണ് പ്ലീസ് Q&Aയിൽ ചേർക്കണേ. എന്തുവാ എനിക്ക് മനസ്സിലായിട്ട് അഡിക്റ്റായി. ഇത്രയും ഇഷ്ടം എനിക്ക് ചോദിക്കാനുള്ളത്, ഭാര്യ ഭർത്താവിൻ്റെ
അയ്യോ ഇതെന്താണെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിൻ്റെ മതം എന്താണെന്നാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മുസ്ലിംസാണ്. എനിക്ക് ഞാനങ്ങോട്ട് എന്താ ഇത് ഭാര്യ ഭർത്താവിൻ്റെ മാത്രമാണോ അങ്ങനെയുള്ള കാര്യം ഞാൻ ആലോചിച്ച് ഞാൻ കാട് കയറി ചിന്തിച്ചു കേട്ടോ, സോറി. ഇത്തായുടെ മാരേജ് നാട്ടുകാരൊക്കെ എതിർത്തില്ലേ, പിന്നെ എങ്ങനെ എല്ലാവരെയും കൺവിൻസ് ചെയ്തു? അത് എന്തിനാണ് നാട്ടുകാരെ എതിർക്കുന്നത്? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, നമുക്കൊരു പുതിയ ലൈഫ് രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നാട്ടുകാർ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നാട്ടുകാർ തെണ്ടികളത് ഇടപെടും അല്ലേ? സത്യമാണ്. ഞങ്ങളുടെ കല്യാണത്തിന് അച്ചാരമൊക്കെ കഴിഞ്ഞിട്ട് അച്ചാരം കഴിഞ്ഞ് സാധാരണ നാട്ടിലുണ്ട് എൻ്റെ അമ്മ ടൗണിൽ പോയിട്ട് വരുന്ന സമയത്ത് ഓട്ടോയിൽ നമ്മൾ ഈ ഓട്ടോയിൽ 3-4 പേര് കൂടി പൈസ കൊടുത്ത് വരുമല്ലോ ഇങ്ങോട്ട്. അങ്ങനെ വരാൻ നേരം അമ്മ ഉണ്ട്, 3-4 പെണ്ണുങ്ങളുണ്ട്. അപ്പം അച്ചാറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും വർഷം പ്രേമിച്ച് കല്യാണം കഴിയുന്നൊക്കെ അറിയാം. എന്നിട്ട് പറയാണ് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി, ഇപ്പോഴൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് എവിടെ നിൽക്കാനാണ്, കൂടിപ്പോയാൽ 6 വർഷം, അതിനപ്പുറം ഒന്നും പോത്തില്ല. 6 മാസം കഴിയുമ്പോൾ നാണ്ട് അടിച്ച് വിരിയും. പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക, ചോരത്തിളപ്പാണ്. എന്നിട്ട് അമ്മ എന്നോട് അതുപോലെ വന്ന് പറഞ്ഞു, നമ്മൾ അച്ചാരം കഴിഞ്ഞ് കല്യാണം വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അച്ചാരം കഴിഞ്ഞൊരു 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കല്യാണം. അപ്പോൾ ആ സമയത്ത് ആണെങ്കിൽ പോയി കുളി, അത്ത ഇപ്പോൾ വരും, പോയി കുളി. അപ്പോൾ 40 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ പോലും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാരണ കല്യാണം വിളിക്കാൻ പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു, മോനെ നല്ലപോലെ ആലോചിച്ചിട്ട് പോരായിരുന്നു, അവരുടെ വീട്ടിൽ കടമുണ്ട്, ലോണുണ്ട്, കൊച്ചു കൊള്ളാം, പക്ഷേ ചെന്ന് ചാടിക്കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഇവർ ഇടപെടും. സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ മുമ്പിൽ പടച്ചോൻ നല്ലപോലെ ജീവിച്ച് കാണിക്കാൻ പറ്റി. അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തത്. ഈ പറഞ്ഞ പല ആൾക്കാരുടെ വീട്ടിലും കല്യാണം കഴിഞ്ഞ് ഇഷ്യൂസും പോലീസും കാര്യവും രാത്രി അടിയും ബാളവും വരെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് അപേക്ഷിച്ച് എല്ലാവരും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നല്ലപോലെ ജീവിച്ച് കാണിക്കാൻ പറ്റി. അതിനെ പടച്ചോനോട് നന്ദി പറയുകയാണ് കേട്ടോ. വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തോ? ഉണ്ടെങ്കിൽ എങ്ങോട്ടായിരിക്കും? വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോലിക്കാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ അപ്പം അണ്ണന് കൂടെ നിൽക്കണം. അതുകൊണ്ടാണ് ഈ വട്ടം എങ്ങും പോകാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ തായ്ലാൻഡിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ പേയ്മെൻ്റ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും അണ്ണൻ പറയാണ് ഈ പൈസ ഉണ്ടെങ്കിൽ കബോർഡ് ചെയ്യാമെന്ന്. അങ്ങനെ അത് ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ ഇവരെ കൊണ്ട് വീഗാലാൻഡിൽ പോയി. ഇനി അടുത്ത മാസം മെയ്യിൽ എവിടെയെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇരിക്കുവാണ്. ഇവരെ ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോവാം, എന്തായാലും പോവും ഫ്രണ്ട്സ്. അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും. പിന്നെ ഒരു ടൂർ പോയായിരുന്നു, വണ്ടർലയിൽ പോയായിരുന്നു. പോയായിരുന്നു കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ 2 മക്കൾ ഉണ്ടായിട്ട് സന്തോഷമുണ്ടോ? നിങ്ങളുടെ പൊന്നൂസ് ഡാൻസ് പഠിക്കാറുണ്ടോ? നിങ്ങളുടെ 2 മക്കളുടെയും എത്രാം ക്ലാസ്സിലാണ്? നിങ്ങൾ എത്ര വർഷമായിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്? അത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ പൊന്നൂസ് മോണ്ടിന് വന്നതിന് ശേഷമാണ് സന്തോഷം ഉണ്ടായത്. പൊന്നൂസ് മോണ്ടിന് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പല പല ഭാഗ്യങ്ങൾ ഉണ്ടായത്, പല കാര്യങ്ങളും ഞങ്ങൾ നേടിയെടുത്തത്. അതൊക്കെ ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എല്ലാം സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫ്രണ്ട്സ്. നമ്മൾ എന്താണ് പാലുകാച്ച, ഇത്ത, ഇവരുടെ വയസ്സ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ആദ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 20 ക്വസ്റ്റ്യനോളം ഞാൻ ഡിലീറ്റ് ആക്കി ദൂരെ കളഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചിട്ടേ, നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ചോദിക്കാതിരുന്നൂടെ? അപ്പം നിങ്ങൾ പറയാം മറ്റേ അവരുമായിട്ടുള്ള ഇഷ്യൂ പറയാം. എനിക്ക് വേണമെങ്കിൽ ഇപ്പം റീച്ചിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന് പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് വീഡിയോ ഇടാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നൊരു വീഡിയോ വരും, ഇപ്പുറത്തെ സൈഡിൽ നിന്നൊരു വീഡിയോ വരും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാര വിഷയമാക്കി വേണമെങ്കിൽ നമുക്ക് റീച്ച് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എനിക്ക് താല്പര്യമില്ല. നമ്മളെ ചതിക്കുകയും മനസ്സിലാക്കാതെയും ചെയ്ത് പോയ ആൾക്കാരെ മൈൻഡിൽ നിന്ന് കളയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നീട് ആ ഓർമ്മയിലേക്ക് പോകാതെ മാറി നിൽക്കുക. എനിക്ക് സന്തോഷം തരുന്ന ഒരു കുടുംബം എനിക്ക് ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കുന്നുണ്ട്, നിങ്ങളെ, എൻ്റെ മക്കളെ കാണിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ സങ്കടങ്ങൾ ഒഴിച്ച് സന്തോഷങ്ങൾ നിങ്ങളെ മറച്ചു വെക്കാതെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഒളിപ്പിച്ച് വെക്കേണ്ടതായ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേടിയെടുത്തതൊക്കെ എനിക്ക് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനും അതിനെപ്പറ്റി അത് പറഞ്ഞ് റീച്ചാക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനും പോലും എനിക്കിഷ്ടമല്ല ഫ്രണ്ട്സ്. ഞാനും ഏതൊരു കാര്യവും ഞാനും അണ്ണനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അപ്പോൾ അണ്ണൻ തന്നെ പറയും, വിട്ടേരാ, ആ കാര്യങ്ങളെപ്പറ്റി ഇനി സംസാരിക്കണ്ട, ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കണ്ട, നമ്മളതൊക്കെ ആലോചിച്ചാൽ നമ്മുടെ സന്തോഷം പോകും. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടേക്കുവാണ്. അത് നിങ്ങൾക്ക് എന്നോടോ ഞങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ ഞങ്ങളെ വീഡിയോ കാണുന്നത് കൊണ്ട് ഒരു ചെറിയ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം.
അതെന്താ ഇതെന്താന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കില്ല. അത് കഴിഞ്ഞെന്ന് തന്നെ വിചാരിക്കാം. അപ്പം ആ കഴിഞ്ഞ സമയത്ത് ഞാനത് ആ വീഡിയോ കണ്ട അത് നല്ല ഓടിയായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. വേണമെങ്കിൽ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുള്ള അറിവുകൾ വെച്ചും എന്നോട് പറഞ്ഞുള്ള പല കാര്യങ്ങളും എനിക്ക് വന്നിരുന്ന് വേണമെങ്കിൽ പറഞ്ഞ് കൊച്ചാക്കി സംസാരിച്ച് വീഡിയോ ഒക്കെ ഇടാം. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ഇന്നുവരെ ദ്രോഹിച്ചിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് പടച്ചവൻ എനിക്ക് ആദ്യം ഏതൊരു കാര്യത്തിനും പടച്ചവൻ എനിക്ക് വിഷമം തരും, എന്നിട്ട് അതിന് ഉപരി സന്തോഷം തന്നിട്ടുള്ളൂ. ഞാൻ അണ്ണനോട് പറയാറുണ്ട്, ഞങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അണ്ണൻ വിഷമിക്കുമ്പോൾ ഞാൻ പറയാം, അണ്ണൻ ശരിയാവും, അത് ശരിയാവും, ആദ്യം നമ്മുടെ കാര്യം അങ്ങനെയല്ലേ, അത് ശരിയാവും എന്ന് പറയും. അത് ശരിയായിട്ടേ ഉള്ളൂ. അത് നല്ലത് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അത് എനിക്ക് എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. ഇപ്പം നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക, നമുക്കത് വിട്ടേക്കാം. എനിക്ക് യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബ് ഉണ്ടാക്കിയിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സബ്സ്ക്രൈബ് ആക്കി വെക്കണമെന്നോ ഞാൻ വലിയ പുള്ളിയാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വീഡിയോസ് ഇടുന്നു, നിങ്ങൾ നല്ല കമൻറ്റ് ആണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ചീത്ത കമൻറ്റ് ആണെങ്കിൽ ഞാൻ ഡിലീറ്റ് ആക്കുന്നില്ല, അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഡിലീറ്റ് ആക്കി കളയുന്ന ആൾക്കാരുണ്ട്, ഞാൻ അവിടെ തന്നെ ഇടും. അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് അല്ലേ, നിങ്ങൾ എഴുതി വെച്ചോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുക, എൻ്റെ ഒരു ഫാമിലിയെ പോലെ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും. അപ്പോൾ നിങ്ങൾക്കും മറുവശത്തു നിന്ന് അതേ സ്നേഹം വേണം, നിങ്ങളും എന്നെ ചേർത്ത് പിടിക്കണം. കാരണം നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക്. നമ്മുടെ യാത്രയിൽ നമ്മളെ ചതിച്ചവരോ ഇഷ്ടമല്ലാത്തവരോ വേണ്ടല്ലോ, കളഞ്ഞേക്കാം നമുക്ക്, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിന്നിട്ട് എന്തിനാണ്, വേണ്ട. എനിക്കിപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ റീച്ച് നോക്കിയിട്ടോ വീഡിയോ ഇത്രയും എല്ലാ വ്ളോഗും ഇത്ര ലക്ഷം ഓടണമെന്നോ അങ്ങനൊന്നും ഒരു മൈൻഡുള്ള ആളല്ല ഞാൻ. വന്നിരുന്ന് നിങ്ങളുടെ അടുത്ത് ഈ സംസാരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം, അല്ലേ വരും, നമുക്കൊരു സന്തോഷം. അത് സാരമില്ല. ഈ പൊന്നൂസ് നല്ല എന്നെ പോലെ ഈ വളവള ഇവള് സംസാരിക്കും, അതിന് പറയും അവൾ ഓവർ സ്മാർട്ടാണെന്നൊക്കെ. പിന്നെ സംസാരിക്കാതിരിക്കുന്ന ഒരു മൂലയിരിക്കുന്ന പിള്ളേരെ നമ്മൾ പറയും മൊണ്ണ പിള്ളേരാണ്. നമ്മൾ സത്യത്തിൽ എന്താണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അവർ മിടുക്കരായിട്ട് വളരട്ടെ. എൻ്റെ അണ്ണൻ, നമ്മളിപ്പോൾ ചില ഭാര്യമാർ പറയാറുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുത്താലും ഭർത്താക്കന്മാരത് കാണത്തില്ല. പക്ഷെ പൊന്നൂസിൻ്റെ അടുത്ത് മോട്ടൻ്റെ അടുത്തും അത്ത എപ്പോഴും പറയുന്നൊരു ഡയലോഗ് എന്തെന്തുവാ, ഇതുപോലെ അമ്മായി കിട്ടിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഞാൻ അവരുടെ എല്ലാ കാര്യം, പൊന്നൂന് ഡാൻസ് പഠിക്കണം അല്ലെങ്കിൽ അവളെ ഒരു ഡാൻസ് ചെയ്യണം, ഞാനാണ് ഏറ്റവും കൂടുതൽ അതിൽ ബുദ്ധിമുട്ടുന്നത്. അപ്പം എനിക്ക് അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അവൾ എവിടെയെങ്കിലും എത്തും എന്ന് കരുതി ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹസ്ബൻഡ് അതിന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരത് നമുക്ക് വില തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അന്ന് അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഗൈസ്, ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. ഓക്കെ, അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിട്ടിരിക്കുന്നു. അപ്പം മുത്തുമണി നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോനുകുട്ടാ കുളിക്കാം, നേരെ അങ്ങ് കുളിച്ചോ, അത്ത ഇപ്പൊ വരും. അപ്പൊ ഉച്ചയായി, ഞാനിങ്ങനെ ഒരുങ്ങി തന്നെ നിൽക്കും, നമുക്ക് പോകാനുള്ളതാണ്. ഇവരെ ഒന്ന് പെട്ടെന്ന് കുളിപ്പിച്ച് വീട്ടിലിടാനുള്ള ഞാൻ കരിയറയിലൊക്കെ കളിക്കാൻ പോകുമ്പോ അവരിങ്ങനെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കും കിങ്ങിണി എവിടെ, കിങ്ങിണിയെ വീഡിയോയിൽ അവള് സുഖമായിട്ട് ഉറങ്ങുവാണെങ്കിൽ പിന്നെ എന്തിനാ അവളെ ശല്യം ചെയ്യുന്നത്? രാവിലെ കഥ തുറന്ന ഉടനെ അവള് പ്രത്യക്ഷപ്പെടും. പിന്നെ അവൾ സുന്ദരി ആയതുകൊണ്ടും സുമുഖി ആയതും അവൾ സുശീല ആയതുകൊണ്ടും അവൾ ചുണ്ടായതും അവൾ ബിംബായതും അവൾ ചുണ്ടായതും ചുണ്ടിട്ടിട്ടു നമ്മുടെ ചുണ്ടിൻ്റെ നമ്മുടെ ചുണ്ടിൻ്റെ അടി ഈ പിള്ളേരെ കണിരി അങ്ങോട്ട് ചുണ്ടിൻ്റെ ചുണ്ടാണിരും കളിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ചുണ്ടിരിയാ കേട്ടോ. ഞാൻ പറയാം അണ്ണൻ തൊടത്തില്ല, അണ്ണൻ തൊടയൊന്നും ചെയ്തില്ല, അണ്ണൻ ഭയങ്കര പേടിയാ. അണ്ണൻ പറയും മേലെ ഒരുക്കുന്നു. ഞാൻ സുന്ദരി എന്ന് പറയുമ്പോൾ അണ്ണൻ സുന്ദരി സുന്ദരൻ്റെ സുന്ദരന് മീനില്ലാത്ത സമയത്താണ് ഞാൻ അണ്ണനോട് പറയാം അണ്ണേ നമുക്ക് എന്തായാലും മീൻ മേടിക്കാൻ കറിയൊക്കെ. അപ്പോൾ ചുണ്ടിന് ഇന്നെ അങ്ങനെ നെയ്മീൻ കൊടുത്ത് നെയ്മീനെ ചുണ്ടിരി. അപ്പം മുത്തുമണി, അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ Q&A വിശേഷങ്ങളൊക്കെ. അപ്പം ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ.